കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. പക്ഷേ വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട എടുക്കുക. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക. കോഴിമുട്ട നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട, സാധാരണ സ്പൂൺ തന്നെ യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ കോഴിമുട്ടയിലേക്ക് ഒരു ചെറിയ സവാള നൈസാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കം, ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ഇവിടെ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ചതച്ച മുളകും കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ ഞാനത് യൂസ് ചെയ്യുന്നത്. ചതച്ച മുളകും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പാൻ വെച്ച് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പൊറോട്ട, ആ പൊറോട്ടയും കൂടി ഈ മുട്ടയുടെ മിക്സിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതെപ്പോഴും വേവിക്കുമ്പോൾ അടച്ച് വെച്ച് വേണം കേട്ടോ വേവിക്കാൻ. അടച്ച് വെച്ച് വേവിച്ചിട്ട് പൊട്ടാണ്ട് മറിച്ചിടുക. രണ്ട് സൈഡും നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. സംഭവത്തിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായില്ലേ? മുട്ട പൊറോട്ട. അപ്പോൾ സംഭവം റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇത് ആ മുട്ടയുടെ മിക്സ് ഇടുന്ന സമയത്ത് കുറച്ച് നമ്മുടെ കയ്യിൽ ചീസോ അങ്ങനെ ചീസ് ഉണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസോ അല്ലെങ്കിൽ ഗ്രേറ്റഡ് ചീസോ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.